നമ്മുടെ നിസ്കാരാദി കർമ്മങ്ങൾ മറ്റു അമലുകളെ കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടുമെന്ന് ആരും കരുതണ്ട. കാരണം അത് അതിൻ്റേതായ കോലം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചർച്ചയില്ല. പിന്നെ നമ്മുടെ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും കോലം നമുക്ക് പിന്നെ കൂടുതൽ പറയണ്ടല്ലോ, സ്കാൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏക ബറവസ ഏക പ്രതീക്ഷ പ്രാർത്ഥന മാത്രമാണ്. റഹ്മാനായ റബ്ബ് നല്ലവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ കബൂൽ ചെയ്യട്ടെ. ഈ ഇരിക്കുന്ന നമ്മളിൽ നമ്മുടെ ഉമ്മ ബാപ്പമാർ, ഭാര്യ മക്കൾ, മക്കൾ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ, ദ്വാരക്കണി എന്ന് വസിയത്ത് പറഞ്ഞിട്ടുള്ളവർ, വസിയത്ത് പറയപ്പെട്ടവർ, നമുക്ക് വേണ്ടി ഭക്ഷണം തന്നവർ, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല നിലക്കും നമ്മെ സഹായിച്ചവർ, നമ്മളോട് പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവർ, എല്ലാവരിലുമുള്ള എല്ലാവിധ ചെറുതും വലുതുമായിട്ടുള്ള രോഗങ്ങൾ കരുണാഭാരതിയായ റബ്ബ് മരുന്നില്ലാതെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ. ബഹുമാനികളെ, ആമുഖം നീട്ടുന്നില്ല. നോട്ടീസിൽ കണ്ടിട്ടില്ലെങ്കിലും എന്നോട് സൂചിപ്പിച്ചത് പ്രകാരം മരണവും അനന്തര ജീവിതവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങളെ ഭാഷയിൽ പിന്നെ അങ്ങനെ വയത് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നാലും ഞാൻ ഈ പുട്ടിൻ്റെ ഇടയ്ക്ക് തേങ്ങയിടും പോലെ കുറച്ചെങ്കിലും ഒപ്പിക്കാം. നമുക്ക് കേട്ടറിവേ നിങ്ങളെ ഭാഷ എനിക്ക് കേട്ടറിവേ ഉള്ളൂ. നമുക്കത് പിന്നെ കൂടുതൽ ബൈഹാർട്ടൊന്നുമല്ല. ഞമ്മ പിന്നെ മലയാളം പൊട്ടിച്ച വലിയ ഡിക്ഷണറി എടുക്കേണ്ടിയും വരും. അതിപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിവില്ല. ഏതായാലും അല്ലാഹു റബ്ബ് തആല നമ്മുടെ ഈ സംഗമമോൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. പിന്നെ ഈ ഫ്രണ്ടിലേക്ക് കയറിയിരുന്നാൽ സദസ്സൊന്ന് ഭംഗിയാവും. ഇതൊരു ഇൽമിൻ്റെ മജ്ലിസാണ്, മലായിക്കത്തീങ്ങൾ കൂടിയുള്ള മജ്ലിസാണ്. നിങ്ങാരും ബാക്കിലേക്ക് നോക്കണ്ട. ബാക്ക് മുൽത്തഫിത്തുല്ലായസിൽനാണ്. തിരിഞ്ഞു നോക്കുന്നവർ ഒരിക്കലും ക്ലച്ച് പിടിക്കുകയില്ല എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. താലിമ നോക്കിയാൽ കാടും. തിരിഞ്ഞിട്ടൊന്നും നോക്കാൻ നിൽക്കണ്ട, മുന്നക്കന്നെ നോക്കണം, മുന്നക്കന്നെ പോകണം. ബാക്കിൽ ആൾ ഇരിക്കട്ടെ ഇല്ലാണ്ടിരിക്കട്ടെ, ബാക്കിൽ നിന്ന് ബെർത്ത് സപ്പോർട്ട് ഇരിക്കട്ടെ ഇല്ലാണ്ടിരിക്കട്ടെ, അത് നമുക്ക് വിഷയമല്ല. ഞമ്മ കാല് മുന്നൊക്കെ വെച്ചാൽ പോകണമെന്നെ. തിരിഞ്ഞു നോക്കുന്ന വിഷയം നമുക്ക് പറ്റാല. അത് നമ്മുടെ തിയറിയല്ല, നമ്മുടെ ശൈലിയല്ല, നമ്മുടെ സിദ്ധാന്തം അതല്ല. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒന്നും കൂടി കയറിയിരുന്നാൽ ഇനി വരുന്നവർക്ക് അത് സൗകര്യപ്പെടും. കാരണം വരുന്നവരാരും ഫ്രണ്ട് സീറ്റിലേക്ക് ഇരിക്കാൻ വരാല്ല. പിന്നെ അങ്ങനെ ഫ്രണ്ട് സീറ്റിലേക്ക് ലാസ്റ്റ് ടൈമിൽ വന്നിട്ടും കൂടി ഫ്രണ്ട് സീറ്റിലേക്ക് തന്നെ കയറി വരണമെങ്കിൽ അയാൾക്ക് നല്ലോണം ഈമാനം വേണം. അല്ലല്ലേ? സാധാരണ അങ്ങനെ ഉണ്ടാവില്ല. വന്നവരെല്ലാം ബാക്ക് സീറ്റ് തന്നെ പിടിക്കുന്ന. അല്ലാണ്ട് ഈ ഒന്നാമത്തെ സഫ്, ഫസ്റ്റ് ലൈന്, ഫ്രണ്ട് കസാര അതൊന്നും നമുക്ക് പറ്റിയതല്ല. അത് ഫുട്ബോൾ മാച്ച്, ഡേ നൈറ്റ്, കബഡി പന്തിയാട്ട, മഹിളാ ക്രിക്കറ്റ്, അങ്ങനത്തെ കഥ. ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ സംഗമമോൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നീട്ടുന്നില്ല, ആമുഖമൊന്നും നീട്ടുന്നില്ല. ആമുഖമൊന്നും നീട്ടുന്നില്ല. വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നല്ല പോലെ ശ്രദ്ധിക്കണമെന്നും അത് ഫലവത്താകാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാരാകട്ടെ. ബഹുമാനികളെ, മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിപാവനമായ റബീഉൽ അവ്വലിൻ്റെ പവിത്രമായ ഒരു രാത്രിയിലാണ്, അതും വെള്ളിയാഴ്ചയാകുന്ന മഹത്വമേറിയ ഒരു രാത്രിയിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. എന്തുകൊണ്ടും ഒരു വിശ്വാസി ഏറെ ആഗ്രഹിക്കുന്ന അമലുകൾക്ക് ഏറെ പ്രതിഫലം നൽകപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഏറെ ആഗ്രഹിച്ചു പോകുന്ന ഒരു സമയമാണിത്. വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ ചെറിയ രാത്രിയല്ലല്ലോ. നമുക്കെന്ത് വെള്ളിയാഴ്ച, ചാത്തപ്പനെന്ത് മഷർ എന്ന് പറഞ്ഞ മാതിരി, കാട്ടുകോയിക്കെന്ത് ചങ്കരാന്തി എന്ന് കേട്ട മാതിരി നമുക്കെന്ത് വെള്ളിയാഴ്ച. നമുക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ച തന്നെ. നമുക്ക് പിന്നെയും നല്ല നാൾ ശനിയാഴ്ച ഞായറാഴ്ച. ആ പഴയ കാലത്തുള്ള ശൈലിയിൽ പോയില്ലേ അല്ലേ? ഏറ്റവും മംഗലം നടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ശുഭദിനം, നല്ല നാൾ വെള്ളിയാഴ്ചയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ളവരുടെ നിക്കാഹുകളൊക്കെയും നടന്നത് വെള്ളിയാഴ്ചയാണ്. ഈ ലോകത്തെ പഠിച്ചത് വെള്ളിയാഴ്ചയാണ്. ഈ ലോകത്തിൻ്റെ അവസാനം വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചത് വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗ്ഗലോകത്ത് നിന്ന് ഇറക്കിയതും വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണം വെള്ളിയാഴ്ചയാണ്. ഖൈറു അയ്യാമിൻ യൗമുൽ ജുമുഅ മുസ്തഫ റസൂലുള്ളാഹി. ഏറ്റവും നല്ല നാൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വെള്ളിയാഴ്ച ഒരു അനുഗ്രഹീത രാത്രിയാണ്. തെറ്റുകൾ ചെയ്തിട്ട് കഴിഞ്ഞുകൂടേണ്ട സമയമല്ല ഇത്. ക്ലബ്ബിലിരുന്നിട്ട് ക്യാരം ബോർഡ് ചൊട്ടിയിട്ട് നേരം കളയേണ്ട സമയമല്ല ഇത്.
ഉമ്മപങ്കന്മാർ ധാരാവായുടെ മുമ്പിൽ ഇരുന്നിട്ട് സമയം കളയേണ്ട നേരമല്ല ഇത്. ഇതേറെ പവിത്രമായ രാത്രി, അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട രാത്രി. അതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജന്മമാസമാകുന്ന റബീഉൽ അവ്വൽ മാസത്തിലെ വെള്ളിയാഴ്ച രാത്രി എല്ലാം കൊണ്ടും അനുഗ്രഹീതമാണ്, എല്ലാം കൊണ്ടും അവർണ്ണനീയമാണ്, എല്ലാം കൊണ്ടും പവിത്രമാണ്, പരിശുദ്ധമാണ്, എല്ലാം കൊണ്ടും വർണ്ണനാതീതമാണ്. നല്ലവർ കാത്ത നാളാണ് വെള്ളിയാഴ്ച. കാത്തിരുന്ന് ഒരുപാട് നേരം കാത്തിരുന്ന് അമലുകൾക്ക് വേണ്ടി കുത്തിരിക്കാൻ വേണ്ടി കാത്തിരുന്ന രാവാണ് വെള്ളിയാഴ്ച. നമ്മെ സംബന്ധിച്ചല്ല പറയുന്നത്, നല്ലവരെ സംബന്ധിച്ച്, മഹാന്മാരെ സംബന്ധിച്ച് അവർക്കൊക്കെയും കാത്തിരുന്ന നാളാണിത്. കാരണം അവർക്ക് നല്ല നാളൊരു ഹരമാണ്, അമലുകൾ ചെയ്യുക എന്നതൊരു ഹരമാണ്, ഇബാദത്തിൽ ഏർപ്പെടുക എന്നത് അവർക്കൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നിങ്ങൾ മൈക്ക് സൗണ്ട് എന്നെ നോക്കുന്നുണ്ട്. തിരിഞ്ഞില്ലേ? എനിക്ക് തിരിഞ്ഞില്ലേ? ഭാഷ പീടിയാവൂറല്ലേ? ആ മയ്യാവും. ഇങ്ങനെ എന്നെ നോക്കി കുറച്ച് നേരമേ ഉള്ളൂ. ഇത് ഗാനമേളല്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ വേണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഞാൻ എന്ത് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്നോട് എന്തെന്ന് പറഞ്ഞില്ലെങ്കിൽ അപ്പം നിർത്തും, വേഗം പോവും. കാരണം നമുക്ക് പോയിട്ട് നാളെ പണിയുണ്ട്. പണിയില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നല്ല. പിന്നെ ഒരു കാതിൽ കേട്ടിട്ട് മറ്റേ കാതിൽ വിടാൻ ഇത് ഗാനമേളയോ അല്ല, ഇത് പാട്ട് കച്ചേരിയല്ല. ഇതല്ലാൻ്റെ ദീനാണ്, വലിയ അമലാണ്, വലിയ ഇൽമാണ്. ഇത് കാതിലൂടെ കേൾക്കുന്നെങ്കിലും കൽബിലേക്ക് ഇറങ്ങേണ്ട കാര്യമാണ്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വേണം. ലൈറ്റ് കത്തട്ടെ കത്താതിരിക്കട്ടെ നിങ്ങൾ ചിന്തിക്കാൻ കണ്ട. നിങ്ങൾ എന്നെ നോക്കി നത്തിങ്, അത് വിട്ടാളി. അതിന് വലിയ കാര്യമാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കോ. ഒരല്പനേരം മാത്രമാ. ഇതുപോലെയുള്ളൊരു നേരം നമ്മുടെ ഇന്നത്തെ നാളിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഇത്രയും പവിത്രമായൊരു നേരം, പരിശുദ്ധമായ ഒരു നേരം, അള്ളാഹു ഏറെ സന്തോഷിക്കുന്ന ഒരു നേരം, ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു സമയം. ഇന്നത്തെ രാവിലെ ഞാനും നിങ്ങൾ ഉറക്കമുണർന്നത് മുതൽ ഈ സമയം വരെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ഇതൊരു അനർഘ നിമിഷമാണ്, ഒരു അസുലഭ നിമിഷമാണ്, ഒരു നല്ലൊരു നേരമാണ്. എല്ലാം കൊണ്ടും മഹാന്മാർ കാത്തിരുന്ന് അള്ളാഹുവിനോട് ദുആർന്ന് ആവശ്യപ്പെട്ട രാത്രിയാണ്. എല്ലാം കൊണ്ടും പവിത്രമായ നേരം, എല്ലാം കൊണ്ടും പവിത്രമായ നേരം, വെള്ളിയാഴ്ച രാത്രി. ഞാൻ പറഞ്ഞല്ല, നല്ലവർ അത് കാത്തിരുന്നോ, ആ നാള് വരാൻ അവർ കാത്തിരുന്നോ, വെള്ളിയാഴ്ച രാത്രിയിലെ ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ അവർ കാത്തിരുന്നോ, ദിക്ർ സ്വലാത്തുകളിൽ കഴിഞ്ഞുകൂടാൻ അവർ കാത്തിരുന്നോ. അല്ലെങ്കിലും കിടാക്ക എണിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കേണ്ട, അവരെ കഴിവതും ബാക്കിലേക്ക് ഇരുത്തിയെങ്കിൽ നല്ലത്. കാരണം നമുക്കത് വലിയ ബുദ്ധിമുട്ടാവുന്നു. കിടാക്കളോട് നമുക്ക് ഒരു ബസ് ചൂടിയൊന്നുമില്ല, നമുക്കൊരിത്തിരി പോലും ദേഷ്യമില്ല. പക്ഷെ അവരെ ഈ തുണ്ടാട്ട അത് നമുക്ക് വലിയ റംപാട്ടായിട്ട് മാറും. ഈ കുട്ടികളെ കുട്ടിത്തം അവരെന്തിനു വേലേക്കുന്നു? അവർക്കെന്തിനു വേല്? അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ളവും വന്നിട്ട. അപ്പം കഴിവതും ആ കിടാക്ക ശ്രദ്ധിക്കണം. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു. നമ്മളെ കുഞ്ഞുങ്ങൾ അല്ലാഹു തആല നമ്മളെ കിടാക്കളെ നന്നാക്കട്ടെ. ഞങ്ങളെയും അല്ലാഹു നന്നാക്കട്ടെ. അപ്പം എൻ്റെ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടാക്കാൻ വേണ്ടി നോക്കണ്ട. നല്ലോണം ശ്രദ്ധിച്ചോ. മഹാന്മാർ ഏറെ കാത്തിരുന്ന നാളാണ് വെള്ളിയാഴ്ച രാത്രി. കാരണം എന്താ? ദുആക്ക് ഉത്തരവുള്ള സമയമുണ്ട്. നബി തങ്ങളെ ഏറെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന നേരമാണ്. എല്ലാം കൊണ്ടും മഹാന്മാർ എല്ലാം കൊണ്ട് ആശിച്ച നേരം. എന്തിനേറെ പറയണം, ഈ ലോകത്തിൻ്റെ അവസാനം സംഭവിക്കുമെന്ന് മുത്തുനബി തങ്ങൾ ലോകത്തോട് പറഞ്ഞ നാൾ വെള്ളിയാഴ്ചയാണ്. ഈ ലോകത്തിൻ്റെ ലാസ്റ്റ് ഡേ, അന്ത്യനാൾ, അത് യൗമുൽ ജുമുഅയിലാണ്, വെള്ളിയാഴ്ച നാളിലാണ്. ശ്രദ്ധിക്കണേ, ആ നാൾ എത്ര കണ്ട് ഞാനും നിങ്ങളും നന്നാക്കി മാറ്റണം. എത്ര കണ്ട് ആ നാളിൽ ഞാനും നിങ്ങളും കർമ്മനിരതരാകണം. മഹാന്മാർ അങ്ങനെയാണ്, നല്ലവരങ്ങനെയാണ്, അള്ളാനെ പേടിച്ച മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, ആഖിറത്തെ മാത്രം ചിന്തിച്ച് ജീവിച്ച മഹാത്മാക്കൾ അങ്ങനെയാണ്. മരണത്തിന് വേണ്ടി മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്ത് മാത്രം പിന്നെ മരണത്തെ കാത്തിരുന്ന മഹാന്മാർ, അവർ ഇതുപോലെയുള്ള രാവുകളൊന്നും വെറുതെ കളഞ്ഞില്ല. അവർ ധാരാളം അമൽ ചെയ്യുന്നവരായി, ധാരാളം ഇബാദത്തെടുക്കുന്നവരായി, ധാരാളം അല്ലാഹുവിനോട് ദുആരക്കുന്നവരായി, ധാരാളം നബി തങ്ങളെ മേലെ സലാത്ത് ചൊല്ലുന്നവരായി. സുബ്ഹാനല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, വർക്കപ്പറ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, വർക്കപ്പറ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്
റളിയല്ലാഹു വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ചരിത്രത്തിന്റെ കിതാബുകളിൽ എമ്പാടും പറയപ്പെട്ട വാഴ്ത്തപ്പെട്ട മഹാനാണ്. മുബാറക് എന്നവരുടെ മകനാണ് അബ്ദുള്ള. മുബാറക് എന്ന ആള് ചെറിയ ആളല്ല. അബ്ദുള്ള എന്ന് പറയുന്ന മഹാനരുടെ ബാപ്പ മുബാറക്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന മഹാനാണ്. വലിയ പണ്ഡിതരാണ്. ചരിത്രത്തിൻ്റെ കിതാബുകളിൽ എമ്പാടും വാഴ്ത്തപ്പെട്ട മഹാനാണ്. സുബ്ഹാനല്ലാഹ്. ഈ അബ്ദുല്ലാ എന്നവരുടെ ബാപ്പയാണല്ലോ മുബാറക്. അബ്ദുല്ലാ സൺ ഓഫ് മുബാറക്, അബ്ദുല്ലാ സൺ ഓഫ് മുബാറക്, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്. ഈ മുബാറക് എന്നാള് ചെറിയ ആളല്ല. മുബാറക് എന്നാള് മൂസ ഇബ്നു മറിയം എന്നാളുടെ ജോലിക്കാരനാണ്. മൂസ ഇബ്നു മറിയം എന്നാളുടെ ജോലിക്കാരനാണ്. ഈസ ഇബ്നു മറിയം അല്ല. ഈസ ഇബ്നു മറിയം എന്നത് ഒരു നബിയാണ്, നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ഈസാ നബിയാണ് ഈസ ഇബ്നു മറിയം. മൂസ ഇബ്നു മറിയം എന്നാളുടെ അടിമയാണ്, ജോലിക്കാരനാണ്. മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹു തങ്ങള് സുബ്ഹാനല്ലാഹ്, സത്യസന്ധനായ മഹാൻ, എല്ലാം കൊണ്ട് സൽക്കർമ്മിയായ മഹാൻ, സൂക്ഷ്മതയോടെ ജീവിച്ച മഹാൻ. സുബ്ഹാനല്ലാഹ്. ഒരവസരമതാ ഈ മൂസ ഇബ്നു മറിയം എന്ന തൻ്റെ യജമാനൻ വന്നിട്ട് മുബാറക് എന്നവരോട് പറയുകയാണ്, അല്ല, 3 കൊല്ലത്തോളമായി എൻ്റെ മുന്തിരിത്തോട്ടം നോക്കുന്നത് നീയാണ്, എൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ കാവലുകാരൻ നീയാണ്, അത് പരിപാലിക്കുന്ന പണിക്കാരൻ നീയാണ്. ഒരു കാര്യം ചെയ്യണേ, എനിക്ക് ആ തോട്ടത്തിൽ നിന്ന് നല്ല മധുരമുള്ള ഒരു കുറച്ച് മുന്തിരിങ്ങ കൊണ്ടുവരണോ. ഒരു നല്ല മധുരമുള്ള മുന്തിരി, തിന്നാൽ നല്ല ടേസ്റ്റുള്ള മുന്തിരി കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ 3 കൊല്ലത്തോളമായി, 3 കൊല്ലത്തിലേറെയായി അയാളുടെ തോട്ടം പരിപാലിക്കുന്ന തോട്ടത്തിൻ്റെ തോട്ടത്തിൻ്റെ സേവകനായ, തോട്ടത്തിൻ്റെ പരിപാലകനായ, തോട്ടത്തിൻ്റെ ജോലിക്കാരനായ മുബാറക് എന്ത് ചെയ്തറിയാ? കുറച്ച് മുന്തിരിങ്ങ നല്ല പോലെ എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് തൻ്റെ യജമാനനായ മൂസ ഇബ്നു മറിയം മുബാറക്കിനോട് പറഞ്ഞു, ഇതാ നീ പോയിട്ട് നല്ല മധുരമുള്ളത് കൊണ്ടുവാ. എൻ്റെ തോട്ടത്തിൽ നിന്ന്, അതേ നീ ജോലി ചെയ്യുന്ന ആ തോട്ടത്തിൽ നിന്ന് നല്ല മധുരമുള്ള മുന്തിരി കുറച്ച് കൊണ്ടുവാ. നേരത്തെ കൊണ്ടുവന്നത് പുളിയാണ്, അതുകൊണ്ട് നല്ലത് കൊണ്ടുവാ, മധുരമുള്ളത്. ചുരുക്കട്ടെ സഹോദര, രണ്ടാമതും ചെന്നിട്ട് നല്ലൊരു കൊലയിൽ നിന്ന് കുറച്ച് മുന്തിരി അങ്ങ് പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി പ്ലേറ്റിൽ വെച്ച പാത്രത്തിൽ വെച്ച് അതാ മൂസ ഇബ്നു മറിയം എന്ന തൻ്റെ യജമാനന്റെ മുമ്പിൽ വെച്ച് കൊടുത്തു. മൂസ ഇബ്നു മറിയം അതാ ആ മുന്തിരി എടുത്തിട്ട് തിന്നപ്പോ രണ്ടാമതും ആ തിന്നത് പുളിയാണ്. വല്ലാത്ത പുളി, തിന്നാൻ പറ്റണില്ല. അയാൾക്ക് തിന്നുകാവില്ല, ഭയങ്കരമായ പുളി. ആ സമയത്ത് അയാൾ വീണ്ടും പറഞ്ഞു, മൂന്നാമത് യജമാനനായ മുതലാളിയായ തോട്ടത്തിന്റെ ഉടമസ്ഥനായ മൂസ ഇബ്നു മറിയം തൻ്റെ അടിമയായ ജോലിക്കാരനായ, തൻ്റെ തോട്ടത്തിന്റെ പരിചാരകനായ, പാരാവുകാരനായ ആ മുബാറക്കിനോട് മൂന്നാമതും പറഞ്ഞു, പോയിട്ട് കൊണ്ടുവാ വേറെ. ഇത് രണ്ടും പുളിയാണ്. ആദ്യം കൊണ്ടുവന്നതും പുളി, ഇപ്പൊ രണ്ടാമതും കൊണ്ടുവന്നതും പുളി. വേറെ കൊണ്ടുവാ, മധുരമുള്ളത് കൊണ്ടുവാ. മൂന്നാമതും കൊണ്ടുവന്നു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. മൂന്നാമതും കൊണ്ടുവന്നു കൊടുത്തപ്പോ മൂസ ഇബ്നു മറിയം അതാ എടുത്തിട്ട് വായിലിട്ടപ്പോ അതും വല്ലാത്ത പുളിയാണ്. ആ സമയത്ത് മൂസ ഇബ്നു മറിയം പറഞ്ഞെന്തറിയാ, നിന്നോടല്ലേ മധുരമുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞ്, നിന്നോടല്ലേ നല്ല ടേസ്റ്റി ആയത് കൊണ്ടുവരാൻ പറഞ്ഞ്, നീ കൊണ്ടുവന്നത് മുഴുവനും പുളിയാണല്ലോ എന്ന് ചോദിച്ചപ്പോ മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹു, ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ബാപ്പയായ മുബാറക്, മൂസ ഇബ്നു മറിയം എന്നാളുടെ മുന്തിരി തോട്ടത്തിന്റെ പാരാവുകാരനായ, കാവലുകാരനായ മുബാറക് ഈ മൂസ ഇബ്നു മറിയമിനോട് പറഞ്ഞെന്തറിയാ, അല്ല മുതലാളി,
നിങ്ങളെ തോട്ടത്തിലുള്ള മുന്തിരി പുളിയുള്ളതാണോ മധുരമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഞാനത് രുചിച്ചു നോക്കിയിട്ടില്ല, ഒരിത്തിരി പോലും ഞാൻ കടിച്ചു നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് മധുരമുള്ളത് മാത്രം തേടിക്കൊണ്ടുവരിക? കൊണ്ടുവരുന്നു, അത് മധുരമുള്ളതാണോ പുളിയുള്ളതാണോ എന്ന് എനിക്കറിയില്ല. 3 കൊല്ലത്തിലേറെയായി നിങ്ങളെ ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്നുവെങ്കിലും ഒരു മുന്തിരി പോലും ഞാൻ എൻ്റെ വായിലേക്ക് ഇന്നോളം ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഞമ്മയടങ്ങ് പോയിട്ട് പീടിൽ 2 മാസം പണിക്കുന്നെങ്കിൽ മതി, അവൻ്റെ പീടി പിറ്റേന്ന് കാലാവും മുതലാളിൻ്റെ പീടി അല്ലേ. 3 കൊല്ലം നിൽക്കണ്ട, 2 മാസം നിൽക്കണ്ട, ഒരാഴ്ച എന്നാൽ മതി, ഒരാഴ്ച എന്നാൽ മതി. മണ്ണേയല്ലേ ഇപ്പോൾ ഈ CC ക്യാമറ എല്ലാം വന്നില്ല, ഈ മുങ്കർ നക്കീർ എല്ലായിടത്തും എത്തിയത്. അത് ബണ്ണ എത്തിയതൊന്നുമല്ല, ഈ CC ക്യാമറ എല്ലാം ബണ്ണ എത്തിയതല്ല. ഇതന്നെ എല്ലാവരും ഓസിക്കെടുത്തിട്ടാകുമ്പോൾ CC വെക്കേണ്ടി വന്നാടെ. മഹാനായ മുബാറക് റളിയല്ലാഹു അൻഹു 3 കൊല്ലത്തിലേറെയായി തോട്ടം കാക്കുന്നു. ആലോചിച്ച് നോക്ക, അതാണ് മുഅ്മിനീങ്ങൾ, അവർക്കാണ് സ്വർഗം, അവരാണ് യഥാർത്ഥ ഭക്തന്മാർ. ആലോചിച്ചു നോക്കണേ, നല്ലപോലെ കേൾക്കണേ. സുബ്ഹാനല്ലാഹ്. ആ മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ചരിത്രമറിഞ്ഞ മഹാനായ മകനാണ് അബ്ദുല്ലാഹ്. അതായത് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനരാണ്. മരിക്കാൻ വേണ്ടി പോയ നേരം മരണവേളയിലാണ്, സക്കറാത്തിന്റെ ഹാലിലാണ്. സുബ്ഹാനല്ലാഹ്. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ റൂഹ് പിരിയാരായ നേരത്ത് ആ മഹാനത പുഞ്ചിരിക്കുകയാണ്. വല്ലാത്ത ചിരിയാണ്, വല്ലാത്ത ചിരിയാണ്, വല്ലാത്ത ചിരിയാണ്. മരിക്കുന്ന സമയത്ത് ചിരിക്കുക, മരിക്കുന്ന സമയത്തുള്ള ഒരു ചിരി, അതാണല്ലോ നമ്മൾ ആവശ്യം. മരിക്കുന്ന സമയത്ത് ചിരിക്കണമെങ്കിൽ ട്രെയിനിങ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ട്രെയിനിങ് കിട്ടിയും കോച്ചിങ് കിട്ടിയും ഒന്നും ചിരിക്കാൻ കഴിയില്ല. മരിക്കുമ്പോൾ ചിരിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം, നല്ലോണം റിസ്ക് എടുക്കണം, കുറച്ചൊന്നും പോരാ, നല്ല പണിയുണ്ടായി. ആ പണിയാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. മരിക്കണമല്ലോ, മരണം എന്നത് ഉറപ്പല്ലേ. എപ്പോഴാണ് എവിടെയാണെന്ന് പറയാൻ കഴിയില്ല. മരണമെന്നത് ഉറപ്പാ, മരണമെന്നത് ഉറപ്പാ. രാവുകളിലാണോ പകലുകളിലാണോ പറയാൻ പറ്റില്ല, നാട്ടിലാണോ മറുനാട്ടിലാണോ പറയാൻ പറ്റില്ല, പ്രായമേറിയിട്ടാണോ അതല്ല ബാല്യപ്രായത്തിലാണോ പറയാൻ പറ്റില്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നാരമോൾ സ്കൂൾ കമ്പൗണ്ടിൻ്റെ അടുത്തുള്ള പൊത്തിൽ നിന്ന് പാമ്പ് കടിയേറ്റ് ഇന്നലെ മരണപ്പെട്ടു. ഞങ്ങളെ റോട്ടിലൂടെ സഞ്ചരിച്ചിരുന്ന മഹാനരായ ഒരു പണ്ഡിതൻ, ഒരു ഹിമമി ഉസ്താദ് ഇന്നലെ ഒരു അപകടത്തിൽ പെട്ട് മരണപ്പെട്ടു. 17 വയസ്സുള്ള 2 ചെറുപ്പക്കാർ, ബാല്യക്കാർ ഇന്നലെ മാരിബിനോടടുത്ത സമയം മോന്തി നേരത്ത് ഇടിമിന്നലേറ്റ് മരിച്ചോ. നിങ്ങൾ പത്രത്തിൽ കണ്ടല്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടല്ല. അവർ ആരും കരുതിയില്ല ഞങ്ങളിപ്പം മരിക്കുമെന്ന്, ഇന്ന് മരിക്കുമെന്ന്, ഇന്നും കൂടി ജീവിക്കുമെന്ന് തന്നെയായിരുന്നു അവർ കരുതിയത്. ഇന്നലെ പാമ്പ് കടിയേറ്റ പെണ്ണുമോളില്ല, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കെ മരണപ്പെട്ട പെണ്ണുമോൾ, സ്കൂളിൽ വെച്ച് തന്നെ പാമ്പ് കടിയേറ്റ പെണ്ണുമോൾ. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെയും ഹോംവർക്കിനുള്ള ഒരുക്കത്തിലായിരുന്നു, അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പൊന്നുമോൾ അറിഞ്ഞില്ല ഞാൻ മരിക്കുമെന്ന്, ഒന്നരായ ഹിമമി ഉസ്താദ് അറിഞ്ഞില്ല ഞാനും മരിക്കുമെന്ന്. ഞങ്ങളാരും അറിയില്ല എപ്പ മരിക്കുമെന്ന്, എവിടെ മരിക്കുമെന്ന്. അതുകൊണ്ട് സഹോദര, മരണത്തെ നീ എപ്പോഴും കാത്തിരിക്കണോ. മരണത്തിന് വേണ്ടി നീ റെഡിയായി കാത്തിരുന്നോളണം, എപ്പോഴും നീ റെഡിയായി നിന്നോളണം. എനിക്ക് വയസ്സായിട്ടില്ലല്ലോ, നാ ഇപ്പോഴും ചെറുക്കല്ലേ, നക്ക് വയസ്സെന്തോ ആയിട്ടില്ലല്ലേ, നക്കിയനും കുറെ ടൈം ഉണ്ടല്ലേ എന്ന് നീ വിചാരിക്കണ്ട. ഏത് സമയത്തും ആ പള്ളിപ്പറമ്പിൽ നമുക്കെത്താം, ഏത് സമയത്തും എത്താം. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ വിളിച്ച്, അതിനാ നിങ്ങളോട് പറഞ്ഞ ബേക്കറിക്കുന്നവർ എതിരിൽ വന്നെങ്കിൽ പിന്നെ ഈ വലിയവർക്കൊന്നും ബുദ്ധിമുട്ടാവല്ലോ. കുറച്ച് സീറ്റ് അവിടെ കാലിയുണ്ട്, അത് വാടക കൊടുത്ത സീറ്റായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ബയർ കത്തുന്നത്. പള്ളിൻ്റെതല്ലേ അത്, വാടികൻ്റെ തന്നെ അല്ലേ? ആ പൊട്ട് ചൊല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതിനല്ലേ.
അവർക്കും ബേജാറാവും. ഉള്ളത് ഇല്ലെങ്കിൽ ഉമ്മക്കും വന്നില്ല. നാളെ ചെല്ലുവാർ അയാൾക്ക് വയല് പറഞ്ഞങ്ങ് മയ്യാവലെ, അയാൾക്ക് ഇതല്ല ചെല്ലണ, അയാൾക്ക് വയല് പറഞ്ഞങ്ങ് മയ്യാവലെ, ഇതല്ല ചെല്ലണ, അതന്നെ ഇതന്നല്ലേ വയല്. നാളെ അങ്ങനെ ചർച്ച വരും. പിന്നെ എന്തൊക്കെ ചർച്ച ആക്കും? ഏതായാലും അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ആമീനെല്ലാം ഒരു ഉഷാറിൽ ചൊല്ലോറോ? നിങ്ങൾ ചോറൊന്നും വെച്ചിട്ടില്ലേ? ഒരു ജിഗറയില്ലേ, ഒരു ഉഷാറില്ലേ, ഒരു ആക്റ്റീവില്ലേ? ഒരു നല്ല മജ്ലിസിൽ നല്ല ഇതിൽ വേണം. ഇപ്പോൾ ഒരു റാലി ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ദള്ളിൻ്റെ അല്ലെങ്കിൽ പിന്നെ BJPൻ്റെ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ ഇനി ഏതെങ്കിലും ഒരു പാർട്ടി വിട്ടുപോയി നിങ്ങൾ എല്ലാ പാർട്ടിയും നിങ്ങൾ ബേജാറാക്കണ്ട. ഞങ്ങളെ പാർട്ടി ആൾ ചൊന്നിട്ടു എല്ലാ പാർട്ടി ഉണ്ടല്ലോ ഇഷ്ടം പോലെ. മക്ക നാളായെങ്കിലും പാർട്ടി 40 അല്ലേ? ഏത് പാർട്ടിയാട്ട് ആ പാർട്ടിൻ്റെ ജാഥ റാലി മുറ്റിയിലെ പോകുമ്പോഴത്തേക്കും ഞങ്ങളെ കൽക്കും ഗൗജും കൂറ്റും ഗൗജ് ഗദ്ദല എങ്ങനെക്കത്ത്, എത്ര സ്പീഡിലേക്കത്ത്, എത്ര റംപുളിക്കത്ത്. എൻ്റെ ഇൽമിൻ്റെ മജ്ലിസിലാകുമ്പോൾ ആമീൻ നിങ്ങളെ ബായില്ല, സലാത്തും പണ്ടില്ല, ഭയങ്കര മിങ്കിയിട്ട് പുൾപുട്ട് റിസൾട്ട് അറിയുക. നിങ്ങൾക്ക് ബേജാറാവും. എന്നാ ചൊന്നത് നിങ്ങൾക്ക് നല്ലോണം ബേജാറാവും. 2 വർഷം നിങ്ങൾ വിളിക്കുകയില്ല, നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട്. വിളിക്കേ വേണ്ട. നിങ്ങൾ നബി തങ്ങളെ പേര് കേട്ടിട്ട് മുണ്ടാതെ ദയിക്കണ്ട. നബി തങ്ങളെ പേര് കേട്ടിട്ട് മിണ്ടാതെ ദിക്ര മജ്ലിസില്ല. നബി തങ്ങളെ പേര് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന സദസ്സില്ല. അത് നാറ്റമുള്ള മജ്ലിസാണ്, ദുർഗന്ധമുള്ള മജ്ലിസാണ്, ദുർവാസനയുള്ള മജ്ലിസാണ്. ശഫീഉനാ റസൂലുള്ളാഹ്. നല്ല പോലെ കേട്ടോ. നബി തങ്ങളെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാതിരിക്കണ്ട, ദുആരക്കുമ്പോൾ ആമീൻ പറയാതിരിക്കണ്ട. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മഹാനരെ വിളിച്ചിട്ട് മുസ്തഫ നബി തങ്ങൾ ഒരവസരം പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങളെ ചരിത്രം എവിടെയുണ്ട്? ഞാൻ അങ്ങോട്ട് വരാ. അത് മറന്നതല്ല, അത് പാതി വഴിക്ക് വെച്ചിട്ട് പോയതല്ല, അതവിടെ ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് കേട്ടോ, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനരെ വിളിച്ചിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരവസരം പറഞ്ഞു. അബ്ദുല്ലാഹ് നീ ഒരു കാര്യം ചെയ്യണം. നീ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ, നീ ഈ ലോകത്ത് ജീവിക്കുമ്പോ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണേ. ഒരു യാത്രികനെ പോലെ എന്ന് പറഞ്ഞാൽ അയാളെ ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡിൽ കണ്ടാൽ ഒരു യാത്രക്കാരന് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ടൂറ് പോകുന്നയാള്, കച്ചവടത്തിന് പോകുന്നയാള്, അല്ലെങ്കിൽ നടന്നുകൊണ്ട് വേറൊരു നാട്ടിലേക്ക് പോകുന്നയാള്, ഏതോ ഒരു ആവശ്യത്തിന് പോണ്ടയാള്, അയാൾ ഇപ്പൊ കൂടെ കണ്ടെങ്കിൽ പിന്നെ അയാളെ കൂടെ കാണല, പിന്നെ അയാളെ പമ്പിൽ കണ്ടെങ്കിൽ അസറാകുമ്പോ അവിടെ കാണല, സുബൈക്ക് സ്റ്റേറ്റ് ബാങ്കിൽ കണ്ടെങ്കിൽ ഉച്ചാകുമ്പോ അവിടെ കാണല. അയാളെങ്ങനെ പോയോണ്ടേക്കോ, വാട കാണല ആർക്കും പിടിയില്ല എന്ന പോലെ മഹാനായ മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബ്ദുല്ലാഹ് നീ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്നെ കാണുന്നു, പിന്നെ ചിലപ്പോ കണ്ടോളണമെന്നില്ല. ഇപ്പൊ നാണൂടെ ജീവത്തിലുള്ള പിന്നെ ഞാൻ ജീവത്തിലുണ്ടായിക്കൊള്ളണമെന്നില്ല. എൻ്റെ മരണം എപ്പോഴുമാകാം, എവിടെയുമാകാം. മാത്രമല്ല വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്റെ ശരീരം അതേ നീയാകുന്ന ഈ തടിയില്ല, അത് പള്ളിപ്പറമ്പിലെ ഏതോ ഒരു കബറിൽ വെക്കപ്പെടേണ്ടതാണ് എന്ന് നീ മനസ്സിലാക്കണം. 400 കബറുണ്ടെങ്കിൽ അവിടെ 400 കബറുണ്ടവിടെ എങ്കിൽ 401ാമത്തെ കബർ നിന്റേതാകാം. 81ാമത്തെ കബറാണ് അവിടെ ഉള്ളതെങ്കിൽ 82ാമത്തെ കബർ നിന്റേതാകാം. ആ ഒരു ബോധത്തോടെ നീ ജീവിക്കണേ അബ്ദുല്ലാഹ് എന്ന് മഹാനായ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ മഹാന്മാർ അത് മനസ്സിലാക്കി ജീവിച്ചവരാണ്, അത് നല്ലപോലെ ഓർത്ത് ജീവിച്ചവരാണ്, മരണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞവരാണ്. എപ്പോഴും മരിക്കാലോ, എവിടെയും മരിക്കാലോ, ഏത് സ്ഥലത്തും മരണമെന്ന മാലാക പിടികൂടാലോ. അതുകൊണ്ട് തന്നെ മരണത്തിന് അവർ അങ്ങനെ കാത്തിരുന്നു എന്ന് മാത്രമല്ല, സൽക്കർമ്മങ്ങൾ അങ്ങനെ ചെയ്തിട്ട്, നല്ല കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട്, വേണ്ടത്ര നിസ്കരിച്ചിട്ട്, നോമ്പ് നോറ്റിട്ട്, കളവ് പറയാണ്ട്, കക്കാണ്ട്, ഒരാളെയും ഉപദ്രവിക്കാതെ അവരങ്ങനെ അതാ നല്ലവരിൽ നല്ലവരായി ജീവിച്ചപ്പോ അവർ അതാ മരിക്കുന്ന സമയത്ത് ചിരിക്കുന്നു. വല്ലാത്ത ചിരിയാണ്. സാധിക്കുമോ നമുക്ക്? സാധിക്കുമോ സഹോദര? എൻ്റെ വാല് കേൾക്കുന്ന ഉമ്മ, പിരിശപ്പെട്ട പെങ്ങള് മരിക്കുമ്പോ ചിരിക്കണ്ടേ, ഷഹാദത്ത് കലിമ ചൊല്ലണ്ടേ, നെറ്റിത്തടം വിയർക്കണ്ടേ, സ്വർഗത്തിന്റെ ഫോട്ടോ കാണണ്ടേ. സാധിക്കുമോ? സാധിക്കോ? മരിക്കുന്ന സമയത്ത് ചിരിക്കാൻ സാധിക്കുക? ഇല്ല ഉസ്താദ്, ആ ടൈമിൽ നല്ലൊരു കോമഡി ചൊന്നെങ്കിൽ ചിരിക്കുമല്ലേ? കോമഡി ചെല്ലണായ ടൈം മരിക്കുമ്പോൾ അല്ലേ? മരിക്കുന്ന ചെല്ലുങ്ങ ഉപേന്ദ്രൻ്റെ പിക്ചർ കാണുന്നതല്ല, മരിക്കുന്ന ചെല്ലുങ്ങ വല്ലാത്തൊരവസ്ഥയാണത്. ക്രിട്ടിക്കൽ അവസ്ഥ, ഡേഞ്ചർ അവസ്ഥ. അത് പൂമാലയായി സ്വീകരിച്ചവരാണ് നല്ലവർ. മരണമാലാകെ കൂട്ടുകാരനായി വരവേറ്റവരാണ് മഹാന്മാർ. മരണമെന്ന പരമാർത്ഥത്തെ, മരണമെന്ന യാഥാർത്ഥ്യത്തെ, മരണമെന്ന ആ സത്യത്തെ പൂമാലയായി സ്വീകരിച്ചവരാണ് മഹാന്മാർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയപ്പെട്ട ചരിത്രത്തിനുടമയായ, നേരത്തെ വിശദീകരിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ ഉടമയായ മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് ചിരിക്കുന്നു. വല്ലാതെ ചിരിയാണ്. ആർത്തങ്ങ് ചിരിക്കുന്നത് കണ്ടപ്പോ, അട്ടഹസിച്ചങ്ങ് ചിരിക്കുന്നത് കണ്ടപ്പോ, പല്ല് തുറന്ന് ചിരിക്കുന്നത് കണ്ടപ്പോ കൂടിയതായ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ ചോദിക്കുകയാണ്, അല്ല അബ്ദുല്ലാഹ് ചിരിക്കുകയാണോ? ആ സമയത്ത് മഹാൻ പറഞ്ഞെന്തറിയാ, ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ, ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ, ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. ഇതാ ഞാൻ സ്വർഗം കാണുകയാണ്, ഹൂറുല്യങ്ങളെ കാണുകയാണ്. പഠിച്ച തമ്പുരാന്റെ സുഖലോക സ്വർഗത്തിന്റെ സൗരഭ്യങ്ങൾ മുഴുവനും ഞാനങ്ങ് കാണുന്നു. മുത്തുനബി തങ്ങളെ കാണുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ട് മരിക്കണോ? ഞാൻ മരിക്കും പോലെ മരിക്കണോ? ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. സൽക്കർമ്മങ്ങൾ ചെയ്തോളോ, നൽകാരങ്ങൾ ചെയ്തോളോ, സുഹൃതങ്ങൾ ചെയ്തോളോ, ഹറാമു പേടിച്ചോ. കള്ളു കുടിക്കണ്ട, ലഹരിക്കടിമയാകണ്ട, ഗാഞ്ച വലിക്കണ്ട, ഏതോ അന്യ പെണ്ണിനെ നോക്കിയിട്ട് ലൈനടിക്കണ്ട. പൊന്നാരമോള് കോളേജിലാണ്, കോളേജ് കുമാരിയാണെന്ന് പറഞ്ഞ് ഏതോ നാട്ടിലേക്ക് ശൃംഗരിക്കാൻ വേണ്ടി ടൂറ് പോകണ്ട, പ്രവാസ പോകണ്ട, അന്യരോടൊപ്പം പോകല്ലേ, പാടില്ല. നല്ല പോലെ കേൾക്കണം ഇത്. ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താ പറയാ, നമ്മുടെ പെണ്ണുകിടാക്കൊക്കെ കോളേജിൻ്റെ പടി കയറിയ പിന്നെ പഠിക്കുന്നതല്ല പ്രധാനം, ഡിഗ്രി വേണ്ടിയതല്ല പ്രധാനം, സർട്ടിഫിക്കറ്റ് അല്ല പ്രധാനം, പിന്നെ അവിടെയുള്ള മേക്കപ്പും കളിയും ചിരിയും, പിന്നെ ടൂറും. ടൂറിന് വിട്ടില്ലെങ്കിൽ, പ്രവാസത്തിന് വിട്ടില്ലെങ്കിൽ പിന്നെ പോരൻ്റെ ഉള്ളിൽ ബദ്റുഹുദ് ജണ്ടി സമറ.
അല്ലേ? ചോറ് വേണ്ടവള, ചാറ് വേണ്ടവള, ഹബ്ബറൊട്ടം ഉള്ളവള, ഉമ്മറൊട്ടം ഉള്ളവള ഉണ്ടുണ്ട്. അതേയോടെ അന്യപുരുഷന്മാർ ശൃംഖരിക്കുന്ന രൂപത്തില് ഏതോ ചെക്കന്മാരെ കൂടെ, അതല്ലെങ്കിൽ ആരുണ്ടെന്ന് പറഞ്ഞാലും, മാഷുമാരുണ്ട്, അവരുണ്ട്, ഓറുണ്ട്, ആരുണ്ടെന്ന് പറഞ്ഞാലും അന്യപുരുഷന്മാർ കൂടെ ഉണ്ടാകുമ്പോ അവരെ കൂടെ പ്രായം തികഞ്ഞ പെണ്ണുകിടാക്കളെ വിടാൻ പാടില്ല. രക്ഷിതാക്കൾ കൂടെ പോ. നാട് കാണട്ടെ, നാട് കാണട്ടെ, കാണാൻ പറ്റുന്ന കാഴ്ചകൾ കാണട്ടെ, എല്ലാം കാണട്ടെ, തെറ്റൊന്നുമില്ല. പക്ഷേ കൂടെ ആള് വേണം. ഇതിപ്പോ നാട് കാണാൻ പോകുന്നതല്ല, കാണാൻ പറ്റാത്ത പലതും കാണാൻ പോകുന്നതാണ്. അത് എന്താണ് ഏതാണെന്നൊന്നും എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. എല്ലാവരുടെ വിചാരം എപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നെന്ന്. കാളുടെ ചുവട്ടിൽ മരിച്ചു കിടക്കുന്നത് കാണുമ്പോ, മയ്യത്തായിട്ട് ആംബുലൻസ് ചീറിപ്പായുന്നത് കാണുമ്പോ, പള്ളിയുടെ മൂലയിലുള്ള മയ്യത്ത് കെട്ടിലതാ പുരയിൽ കയറിയിട്ട് മയ്യത്തുമായിട്ട് അങ്ങനെ ഇറങ്ങി ഖബർസ്ഥാനിലേക്ക് പോകുന്നത് കാണുമ്പോ നമുക്കൊരു കുലുക്കമേ ഇല്ല, നമുക്കൊരു മാറ്റമേ ഇല്ല, നമുക്കൊരു ചേഞ്ചേ ഇല്ല. ഒന്നറിയണേ, നല്ല പോലെ മരിക്കാനാണ് നിനക്ക് ഭാഗ്യമെങ്കിൽ മരണസമയം നല്ല നിലക്ക് മരിക്കണല്ലോ. മരണമെന്നത് ഉറപ്പാണല്ലോ. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, തർക്കമില്ലാത്ത കാര്യമാണ് മരണം. തർക്കമില്ലാത്ത കാര്യമാണ് മരണം. അതിൽ പാർക്കാ തർക്കമുള്ള? വേറെ ഏത് ടോപ്പിക്ക് വെച്ചിട്ട് സംസാരിക്കുന്നെങ്കിലും, പിന്നെ വിഷയം എടുത്തിട്ട് സംസാരിക്കുന്നെങ്കിലും തർക്കം ഉണ്ടാവും മനുഷ്യന്, അല്ലേ? അതങ്ങനമ്മാ, അല്ലല്ലേ, അതിങ്ങനമ്മാ, അങ്ങനല്ലേ, ഇങ്ങനല്ലേ. മരണമെന്ന വിഷയം അതാർക്കും തർക്കമില്ല. കാരണം എന്ത്? തർക്കിച്ചുകൊണ്ടിരിക്കുന്നവന് ചിലപ്പോൾ സ്പോട്ടിൽ പോകും. കുറേ ആൾമാർ വയലുകൾ ലൈക്ക് അടിക്കുക വന്നിടും, ലൈക്ക് അടിക്കുവാനായിട്ട്. സദസ്സിന് തീരെ ഒരു അടക്കവും ഒതുക്കുമില്ല. ഇതൊരു ഇൽമിൻ്റെ മജ്ലിസാണ്, നല്ല അദബ് പാലിക്കണം. നിങ്ങൾക്ക് ബേജാറായെങ്കിൽ എനിക്കൊരു പൈസ ബേജാറുമില്ല. പെണ്ണ് കിടാക്കയിലപ്പോയിന്ന്, ആണ് കിടാക്കയിലപ്പോയിന്ന് അവരെ മുന്നേ അച്ചടക്കം പഠിപ്പിക്കണം. കിടാക്കളോട് മുന്നേ ശിഷ്ടമെല്ലാം ചൊല്ലിക്കൊടുത്തോളാം. സർട്ടിഫിക്കറ്റും ട്രോഫിയും എല്ലാം നാളെ കൊടുത്തെങ്കിൽ മതി. മുന്നേ അച്ചടക്കം ചൊല്ലിക്കൊടുക്കണം. അച്ചടക്കം ചൊല്ലിക്കൊടുക്കും ഉസ്താദെ. പിന്നെ ഞങ്ങൾ ഉസ്താദ്മാർ എന്താക്കിയോ അങ്ങ് 1 മണിക്കൂറിൽ എന്താ ആക്കണായേ? ആയത്തിൽ കുറിച്ച് പഠിപ്പാട്ടമോ അച്ചടക്ക പഠിപ്പാട്ടമോ? ബാക്കി 23 മണിക്കൂർ നിങ്ങൾ ഒത്തുള്ളോ? നിങ്ങൾ പഠിപ്പാട്ടണായത്, നിങ്ങൾ പഠിപ്പാട്ടണായത്. ഞാൻ ഈ വിഷയം പറയുമ്പോൾ മുന്നേ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഒരു ബട്ടാട്ട കീശൽ വീണ കഥ പറഞ്ഞു. അതിനെ ആരോ ഒരാൾ അതിനെ മാത്രം ക്ലിപ്പാക്കിയിട്ടിട്ട്, അതിൻ്റെ മാക്കബലും ഇല്ല, മാബാദും ഇല്ല. അതിൻ്റെ മാക്കബില് കുറേ വിഷയമുണ്ട്. അതെന്താണ് കഥ? ശിഷ്യക്ക് കുഞ്ഞുങ്ങളങ്ങനെ കൺട്രോൾ ഇല്ലാണ്ട് വിടാൻ പാടില്ല. അതും കൂടി ചേർത്തിട്ട് അതിൽ ഉൾപ്പെടുത്തണമായിരുന്നു, അല്ലേ? കാലി അതുമാത്രം വിട്ടിട്ടാകുമ്പോൾ എനിക്ക് തീരെ ഒരു റാഹത്തായിട്ട്. അത് കുറേ ആൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഭയങ്കര ഉസ്താദ് ബട്ടട്ട ഭയങ്കരതല്ല, പക്ഷേ എന്നാലും അതൊരു റാഹത്തായിട്ടാണ്. എനിക്ക് അതുമാത്രം വിട്ടപ്പോൾ ഒരു സമാധാനമായിട്ട്. അപ്പോൾ ആരെ ക്ലിപ്പാക്കുന്നെങ്കിലും ആരാക്കുന്നെങ്കിലും അതിലുള്ള വിഷയം, അതിൻ്റെ മാക്കബില് മാബാദ്, അതിൻ്റെ മുന്നേയും പിന്നെയുള്ള അതുമായി ബന്ധപ്പെട്ടതും കൂടി ചേർത്തിട്ട് ഉൾപ്പെടുത്തിയിട്ട് വിട്ടോ. ആരെ ക്ലിപ്പായാലും. ഇപ്പോൾ ക്ലിപ്പിൻ്റെ കാലമല്ലേ, ഇപ്പോൾ ക്ലിപ്പിൻ്റെ കാലം. ക്ലിപ്പാക്കാൻ വേണ്ടിയിട്ട് ഏജൻറ്റുമാരെല്ലാം ഉണ്ട് ഇപ്പോൾ. ആയിക്കോട്ടെ, പ്രശ്നമല്ല. നല്ലതിൻ്റെ വഴിയിലാണെങ്കിൽ, നന്മയുടെ വഴിയിലാണെങ്കിൽ അതിന് കൂലിയുണ്ടാകും. അള്ളാഹിൻ്റെ അടുക്ക നീയത്ത് നല്ലതാണെങ്കിൽ കൂലിയുണ്ടാവും, സംശയമില്ല. എനിക്ക് പറയാനുള്ളത് അതല്ല. ഞാനിപ്പോൾ അത് ഒന്നും കൂടി ആവർത്തിക്കണില്ല. നിങ്ങളോട് സ്നേഹപുരസരം പറയട്ടെ, നാളെയും മറ്റന്നാളെല്ലാം ഇവിടെ പരിപാടിയുണ്ട്. ഇത് കൊല്ലം നടത്തപ്പെടുന്ന ഒരു പരിപാടിയായിട്ട് മാത്രം കാണാൻ പാടില്ല. ഇത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ളൊരു ഇബാദത്തായിട്ട് കാണണം നിങ്ങൾ. ഇതൊരു അമലായി കാണണം നിങ്ങൾ. ആ പെണ്ണ് കിടാക്കളുടെ ഒന്നെങ്കിലും ഒരു സൈഡിൽ ഇരിക്കാൻ പറയുമോ, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാറി നിൽക്കാൻ പറയൂ. നമുക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അത്. കാരണം നമ്മൾ വിഷയയിലെല്ലാം പോകണം. ഞമ്മൊരു വിഷയവുമായി ക്രോഡീകരിച്ചിട്ടാണ് ഇവിടെ വരുന്നുള്ള. ഞമ്മ ചാടി കയറിയിട്ട് കോട്ടും തലയിൽ കെട്ടും കെട്ടിയിട്ട് അങ്ങനെ വന്നതല്ല. ഇന്ന് സൊബൈന്ന് പിടിച്ചിട്ട് മോന്തിയോളം ഇതിന് വേണ്ടി പണിയെടുത്തിന്. ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം അത് മട്ടം പോലെ കോറൊപ്പിച്ചിട്ട് നല്ലമൊപ്പിച്ച് പറയണമെങ്കിൽ ഞങ്ങൾക്കൊരു കോൺഫിഗറേഷൻ വേണം, ഒരു ഏകാഗ്രത വേണം. അത് ഇല്ലാണ്ടാവുന്നു. പിന്നെ അങ്ങനെ ബയ്യാർട്ടാക്കിയിട്ടുള്ളതിനെ മാത്രം ചെന്നെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അള്ളാഹു നമ്മുടെ ഇൽമനാഫിയാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ ഇൽമനാഫിയാക്കട്ടെ.
എൻ്റെ വിഷയം അങ്ങനെ, നിങ്ങൾക്ക് പിടിക്കാല നിനക്ക് 100-ൽ 100 ഉറപ്പുണ്ടോ? ഞാൻ മന്താക്കുന്നതിന് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇതെന്നല്ലേ ചെല്ലാൻ വന്നേ, അല്ലാണ്ട് ഞാൻ ബെൽഡ്രിക്കൻ്റെ റേറ്റ് ചെല്ലാൻ വന്നതല്ല. അത് മമ്മജില്ലി വിളിച്ചിട്ട് കേട്ടെങ്കിലായി മാർക്കറ്റിൽ ബെൽഡ്രിക്കൻ്റെ റേറ്റ് എത്രയാണ്. ഞാൻ ഇത് ചെല്ലാനാ വന്നേ. ഇരിക്കട്ടെ, മരണമാലാകെ എപ്പോഴും വരാം. ആ സമയത്ത് മരണത്തിന് നമ്മൾ ഉഴപ്പിനെ വഴങ്ങിക്കൊടുക്കുമ്പോൾ, മരണം ഏറ്റുവാങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ, മരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ്, മഹാന്മാർ ചിരിച്ചു മരിച്ചതുപോലെ സന്തോഷത്തോടെ മരിക്കണോ? നെറ്റിത്തടം വിയർത്തിട്ട് മരിക്കണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണോ? ഇനിയിപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് കേട്ടിട്ടില്ല, അയാൾ മരിച്ചു. അതിൻ്റെ അർത്ഥം അയാൾ മുഅ്മിനല്ല എന്ന് പറയാനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കുന്നത് ഒരാൾ ഞങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടില്ല, അയാൾ മരിച്ചു. അതിൻ്റെ അർത്ഥം എന്ത്? അയാൾ മുഅ്മിനല്ലാണ്ട് മരിച്ചു എന്നാ? അയാൾ മുസ്ലിം അല്ലാണ്ട് മരിച്ചു എന്നാ? അല്ലല്ലല്ലല്ലല്ല, അങ്ങനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കുക എന്നത് നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങളെ കൂട്ടത്തിൽ ഒരു ലക്ഷണമാണ്.